ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ഫസീന. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം എന്ന ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലാണ് ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കേണ്ടത്. വെള്ളരിക്ക, മത്തങ്ങ, പടവലങ്ങ ഇവയൊക്കെ ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, വഴുതനങ്ങ, ഏത്തക്ക, വെണ്ടയ്ക്ക, അമരയ്ക്ക, പച്ചമുളക് 2 ഒരു സവാള, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് കുറച്ച് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഒരു കുക്കറിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ വെജിറ്റബിൾസും നമുക്ക് ഈ കുക്കറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു വേറൊരു വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത്. ചിലർക്കൊക്കെ അറിയാതിരിക്കാം ഇത്. എന്നാലും ഞാൻ മെയിനായിട്ട് ഇത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാമ്പാറിൻ്റെ വീഡിയോ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണ്. അതും വളരെ ടേസ്റ്റി ആയിട്ട് ഒരു വറുത്തരച്ച ഒരു ടേസ്റ്റിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. വറുത്തരച്ച രീതിയിലല്ല, എന്നാലും ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു സാമ്പാർ റെസിപ്പി ഞാൻ ചെയ്യുന്നത്. എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഒരു 2 വിസിൽ വരുന്നിടം വരെ നമുക്കിത് വേവിക്കണം. അപ്പോഴേക്കും നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒരു 4-5 ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഇത്രയും കൂടി ചേർത്ത് ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ആക്കാം. കഷ്ണങ്ങളൊക്കെ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തുടയണ്ട, 2 വിസിൽ കേട്ടാൽ മതിയാവും നമുക്ക്. നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ഈ പൊടി ഐറ്റംസ് ഒക്കെ ഈ കുക്കറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വറുത്തരച്ച രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഡെയിലി. വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഈ ടിപ്പ് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ പൊടിയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മല്ലിയില കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെക്കാം. ഇത് ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരണം. അപ്പോഴേക്കും നമുക്കൊന്ന് കടുക് താളിക്കാം. ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. അതിലേക്ക് കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇത് നമ്മുടെ സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് സാമ്പാറൊക്കെ നല്ല കുറുകി അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു വറുത്തരച്ച ആ ഒരു ടേസ്റ്റിലാണ് നമ്മുടെ ഈ സാമ്പാർ കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ഗൾഫ് മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ റൂമിൽ വന്നിട്ട് കുക്കറിൽ ഈസി ആയിട്ട് കുറച്ച് പച്ചക്കറികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുമുള്ളൊരു രീതിയിലാണ് ഈ ഒരു റെസിപ്പി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലെ പുതിയ പുതിയ ക്രാഫ്റ്റിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള വീഡിയോസുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.